ഓക്കെ, പൊതുവെ iQOO എന്ന ബ്രാൻഡ് സ്പെസിഫിക്കേഷൻസിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും വരുത്താത്തൊരു ബ്രാൻഡാണ്. സോ അവരുടെ തന്നെ ലേറ്റസ്റ്റ് സീരീസായ iQOO Neo8 സീരീസ് ലോഞ്ച് ചെയ്യാനായിട്ട് പോവാണ്. ഈ ഒരു വീഡിയോ കൂടി നമ്മൾ iQOO Neo8 സീരീസിൻ്റെ ഫുൾ സ്പെസിഫിക്കേഷൻസ് റിവ്യൂ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്നുണ്ടാവും. സോ ഈ ഒരു വീഡിയോ മാക്സിമം ഫുള്ളായിട്ടാണ് ശ്രമിക്കുക. അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ ആണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് വീഡിയോ ആണെങ്കിൽ ശ്രമിക്കുക. സോ നമുക്ക് പറഞ്ഞ് ടൈം വേസ്റ്റ് ചെയ്യാൻ ഡയറക്റ്റ് വീഡിയോ എടുക്കാം. ആദ്യം തന്നെ ഡിസൈനിൻ്റെ ഭാഗത്തേക്ക് നോക്കുവാണെങ്കിൽ നമ്മൾ iQOO Neo7ലും iQOO Neo6ലും കണ്ട ഓൾമോസ്റ്റ് ആ ഒരു സെയിം ക്യാമറ മൊഡ്യൂളും ഡിസൈനും കാര്യങ്ങളൊക്കെയാണ് iQOO Neo8ലേക്ക് വരുമ്പോഴും കൊടുത്തിരിക്കുന്നത്. അവിടെ വലിയ കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. പിന്നെ ചെറിയൊരു മാറ്റം എന്താണെന്ന് വെച്ചാൽ ഒരു ലെതർ ഫിനിഷായിരിക്കും ഈ ഒരു iQOO Neo8ൽ വരുന്നത്. സോ ആ ഒരു ചെറിയ മാറ്റം മാറ്റി നിർത്തുകയാണെങ്കിൽ ആ ഒരു ഇതിന് മുമ്പ് ഇറങ്ങിയ 2 ഫോൺസിൽ നിന്നും ഈ ഒരു Neo8ലേക്ക് വരുമ്പോൾ കാര്യമായിട്ടുള്ള മാറ്റവും കാര്യങ്ങളൊന്നും iQOO കൊണ്ടുവന്നിട്ടില്ല. ഓൾമോസ്റ്റ് ആ ഒരു ക്യാമറ മൊഡ്യൂളും കാര്യങ്ങളൊക്കെ ആ ഒരു സെയിം പാറ്റേണിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. സോ ഈ ഒരു iQOO Neo8ൻ്റെ ഡിസൈൻ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഈ ഒരു ലെതർ ഫിനിഷ് തന്നെയാണ് നമ്മൾ നേരത്തെ കണ്ട ഇനി വരാനിരിക്കുന്ന Realme 11 Pro Plusലും കണ്ടത്. സോ ആ ഒരു ലെതർ ഫിനിഷ് ഈ ഒരു ഫോണിൽ വന്നിട്ടുണ്ട്. സോ കുഴപ്പമില്ല, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഡിസൈനാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു ഫോണിൻ്റെ ഡിസ്പ്ലേയിലോട്ട് വരുവാണെങ്കിൽ 6.78 ഇഞ്ചിൻ്റെ ഫുൾ HD+ OLED ഡിസ്പ്ലേ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഈ ഒരു ഫോണിൽ നൽകിയിട്ടുണ്ട്. സോ അത്യാവശ്യം വലിയൊരു ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ ഈ ഒരു ഫോണിൽ നൽകിയിട്ടുണ്ട്. അതേപോലെ തന്നെ 120 Hz റിഫ്രഷ് റേറ്റും കാര്യങ്ങളൊക്കെ ഈ ഒരു ഫോൺ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ 144 Hz ആണ് ഈ ഒരു ഫോണിൻ്റെ റിഫ്രഷ് റേറ്റ് എന്നും ചില റൂമേഴ്സും കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. കൺഫേം അല്ല, മിക്കവാറും 120 Hz തന്നെയായിരിക്കും വരാൻ ചാൻസ് കൂടുതലുള്ളത്. അതുപോലെ തന്നെ നമ്മൾ പോക്കോ F5ൽ കണ്ട ആ ഒരു ബെസെല്ലസ് ഡിസൈനായിരിക്കും ഈ ഒരു ഫോണിലും കൊടുത്തിരിക്കുന്നത്. സോ ബെസെല്ലസ് ഫ്രെയിം വരുമ്പോൾ കുറച്ചുകൂടി ലുക്സും കാര്യങ്ങളൊക്കെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. നല്ലൊരു ലുക്കും കാര്യങ്ങളൊക്കെ ബെസെല്ലസ് ഡിസ്പ്ലേയിൽ നമുക്ക് കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇൻ ഡിസ്പ്ലേയുടെ ഫിംഗർ പ്രിൻറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സോ ഡിസ്പ്ലേയുടെ ഭാഗത്തുനിന്ന് iQOO Neo7 വെച്ച് നോക്കുമ്പോൾ വലിയ കാര്യമായിട്ടുള്ള ഇമ്പ്രൂവ്മെൻറ്റ്സും കാര്യങ്ങളൊന്നുമില്ല. ഓൾമോസ്റ്റ് ആ ഒരു സെയിം ഡിസ്പ്ലേ പാറ്റേണും കാര്യങ്ങളൊക്കെയാണ് ഇവിടെയും വരുന്നത്. സോ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ വലിയ വ്യത്യാസങ്ങളും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. സോ iQOO Neo7ൽ നിന്ന് iQOO Neo8ലേക്ക് വരുമ്പോൾ പെർഫോമൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നല്ല രീതിക്കുള്ള വ്യത്യാസം iQOO കൊണ്ടുവന്നിട്ടുണ്ട്. അതിലുള്ള മെയിൻ ഹൈലൈറ്റാണ് ഈ ഒരു ഫോണിൽ നൽകിയിരിക്കുന്ന ചിപ്സെറ്റ്. മീഡിയാടെക്കിൻ്റെ തന്നെ ഏറ്റവും പുതിയ ചിപ്സെറ്റ് ആയിട്ടുള്ള മീഡിയാടെക് Dimensity 9200 എന്ന് പറഞ്ഞ ഒരു പവർഫുൾ ആയിട്ടുള്ള ചിപ്സെറ്റാണ് ഈ ഒരു ഫോണിൽ നൽകിയിരിക്കുന്നത്. നമ്മുടെ സ്നാപ്ഡ്രാഗൺ 8 Gen സീരീസിൻ്റെ ഒപ്പം തന്നെ ആ ഒരു ലെവലിൽ പെർഫോമൻസ് തരുന്ന ഒരു ചിപ്സെറ്റ് ആയിരിക്കും ഈ ഒരു Dimensity 9200 എന്ന് പറഞ്ഞ ചിപ്സെറ്റ്. ഈ ഒരു ചിപ്സെറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 3.35 GHz ക്ലോക്ക് സ്പീഡും അതുപോലെ തന്നെ ഒരു ട്രൈ ക്ലസ്റ്റർ ഡിസൈനിലായിരിക്കും ഈ ഒരു ചിപ്സെറ്റ് വന്നിരിക്കുന്നത്. പിന്നെ ഈ ഒരു ഫോണിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു ചിപ്സെറ്റിൻ്റെ AnTuTu സ്കോർ നോക്കുകയാണെങ്കിൽ ഏകദേശം 13 ലക്ഷത്തിന് മേലുള്ള AnTuTu സ്കോറും കാര്യങ്ങളൊക്കെ ഈ ഒരു ചിപ്സെറ്റിന് വരുന്നുണ്ട്. സോ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഉണ്ടാവില്ല. നല്ല സ്മൂത്ത് ആയിട്ടുള്ള പെർഫോമൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ഫോണിൽ നിന്ന് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഗെയിമിങ്ങിൻ്റെ കാര്യം എടുത്തു പറയുന്നത് iQOO പൊതുവെ ഒരു ഗെയിമിംഗ് ബ്രാൻഡായതുകൊണ്ട് തന്നെ ഗെയിമിങ്ങിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസ് ഉണ്ടാവില്ല. BGMI പോലുള്ള ഗെയിംസൊക്കെ 90 FPS നല്ല സ്മൂത്തായിട്ട് വർക്ക് ചെയ്യും. അതുപോലെ തന്നെ iQOO Neo8 സീരീസിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം വിവോയുടെ തന്നെ ഒറിജിൻ OS 3 ആയിരിക്കും എന്നും കുറച്ച് ലീക്സും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. സോ ഈ ഒരു ലോഞ്ചിൻ്റെ സമയത്താണ് ഈ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് എത്രത്തോളം ശരിയാണെന്നൊക്കെ പറയാനായിട്ട് സാധിക്കുള്ളൂ. സോ എന്തെങ്കിലും അപ്ഡേറ്റ്സ് കിട്ടുവാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും അറിയിക്കുന്നതാണ്. സോ ഇതുപോലുള്ള അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കാനായിട്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. കാരണം നമ്മൾ സ്റ്റോറീസിലൂടെയൊക്കെ ഈ ഒരു അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നുണ്ടാവും. സോ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാനുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തു. അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യമാണ് X-ആക്സിസ് ഹാപ്റ്റിക് മോട്ടേഴ്സും കാര്യങ്ങളൊക്കെ ഈ ഒരു ഫോണിൽ നൽകിയിട്ടുണ്ട്. സോ നല്ലൊരു ഹാപ്റ്റിക് ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ഫോണിൽ നിന്ന് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ Wi-Fi 6 NFC-യുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സോ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒട്ടുമിക്ക എല്ലാ ഫീച്ചേഴ്സും കാര്യങ്ങളും ഈ ഒരു ഫോണിൻ്റെ പെർഫോമൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നൽകിയിട്ടുണ്ട്. സോ നല്ലൊരു പെർഫോമൻസ് തന്നെ ഈ ഒരു ഫോണിൽ നിന്ന് ലഭിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഫൈനലായിട്ട് ഈ ഒരു ഫോണിൻ്റെ ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വരുവാണെങ്കിൽ 50 MP ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് ഈ ഒരു ഫോണിൽ നൽകിയിരിക്കുന്നത്. സോണി IMX866ൻ്റെ സെൻസറാണ് ആ ഒരു ക്യാമറയിൽ നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ OS-ൻ്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഈ 16 MP ഫ്രണ്ട് ക്യാമറ സപ്പോർട്ടാണ് ഈ ഒരു ഫോണിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ ഒരു ക്യാമറ ഒന്ന് എൻഹാൻസ് ചെയ്യാനായിട്ട് ഒരു V1 Plusൻ്റെ ചിപ്പും കാര്യങ്ങളൊക്കെ ഈ ഒരു ഫോണിൽ നൽകിയിട്ടുണ്ട്. സോ നല്ലൊരു ക്യാമറ ഔട്ട്പുട്ടും കാര്യങ്ങളൊക്കെ കിട്ടുമെന്ന് നമുക്ക്. അതുപോലെ തന്നെ ഈ ഒരു ഫോണിൻ്റെ ബാറ്ററിയുടെ ഭാഗത്തേക്ക് നോക്കുവാണെങ്കിൽ 5000 mAh ബാറ്ററിയാണ് ഈ ഒരു ഫോണിൽ നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ 120 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സോ Neo7ലും ഈ ഒരു 5000 mAh 120 വാട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. സോ ആ ഒരു കാര്യത്തിൽ ഇമ്പ്രൂവ്മെൻറ്റ്സും കാര്യങ്ങളൊന്നുമില്ല. ഓൾമോസ്റ്റ് രണ്ടിനും സെയിം ആയിട്ടുള്ള ഫാസ്റ്റ് ചാർജിങ്ങും ബാറ്ററിയും കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത്. ഫൈനലി നമ്മൾ ഈ ഒരു iQOO Neo8 സീരീസിൻ്റെ പ്രൈസിനെ കുറിച്ച് നോക്കുവാണെങ്കിൽ പ്രൈസും കാര്യങ്ങളൊന്നും ഇതുവരെ റിവീൽ ചെയ്തില്ല. പക്ഷേ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസാണ് ഒരു 35,000 to 40,000 ആ ഒരു റേഞ്ചിൽ വരാനും ചാൻസ് ഉണ്ട്. കാരണം ഈ ഒരു സെയിം
ഡിമെൻസിറ്റി 9200 പ്ലസ് അല്ല, ഡിമെൻസിറ്റി 9200 എന്ന് പറഞ്ഞ പ്രോസസ്സറുമായിട്ടാണ് നമ്മുടെ വിവോ X90 വന്നത്. സോ ആ ഒരു ഫോണിൻ്റെ പ്രൈസ് ഏകദേശം 60,000 രൂപയായിരുന്നു. സോ iQOO എന്ന ബ്രാൻഡ് ആയതുകൊണ്ട് തന്നെ ഏകദേശം ഒരു വാല്യൂ ഫോർ മണി ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ ഇറക്കാൻ ചാൻസ് ഉണ്ട്. മേ ബി ഒരു 30,000 ആയിരിക്കും, അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ 35 to 40 ഈ റേഞ്ചിലായിരിക്കും ലോഞ്ച് ചെയ്യാനായിട്ട് ചാൻസ്. എനിവേ നമുക്ക് ലോഞ്ചിൻ്റെ സമയത്ത് ഈ ഒരു ഡീറ്റെയിൽ അല്ലെങ്കിൽ പ്രൈസിൻ്റെ കാര്യം കൂടുതലായിട്ട് അറിയാനായിട്ട് സാധിക്കും. ഓക്കെ, സോ ഇതൊക്കെയാണ് ഈ ഒരു iQOO Neo8 സീരീസിനെ കുറിച്ചുള്ള കുറച്ച് സ്പെസിഫിക്കേഷൻസ് ആൻഡ് ഡീറ്റെയിൽസ്. സോ വീഡിയോ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോയ്ക്ക് ലൈക്കും കൂടെ കൊടുക്കുക. അപ്പോൾ ഈ ഒരു ഫോണിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആകുമ്പോൾ ഞാൻ നിങ്ങൾ എന്തായാലും അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. സോ അതിനുവേണ്ടി നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്യുക. നമ്മൾ സ്റ്റോറി വഴി എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്നുണ്ടാവും. സോ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാനുള്ള ലിങ്ക് കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. സോ ഇതിൽ മികച്ച ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ദിസ് ഇസ് യുവർ ഫ്രണ്ട് സൈനിങ് ഔട്ട് ഫ്രം ടെക്കി സ്പോർട്ട്. ഗുഡ് ബൈ.